വെൽക്കം ബാക്ക് ടു നെരിയാപുരം കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ആണെങ്കിൽ ഇതൊരു ഡെയിലി വ്ളോഗ് സെക്കൻഡായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗൈസ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണെന്ന് അറിയാം ഗൈസ്, നമ്മുടെ വെറൈറ്റി കപ്പ തന്നെ ഗൈസ്. നമ്മളിന്ന് വെറൈറ്റി പിടിച്ചതാണ് ഗൈസ്. എല്ലാവട്ടും അപ്പവും പുട്ടും ഇതെല്ലാം കഴിച്ച ശരിയാക്കുന്നില്ല. അപ്പം കറി വേണ്ടി ഗൈസ് ഉപ്പുനീരാണ് ഗൈസ്, ഉപ്പുനീര് നോക്ക് ഗൈസ്, ഉപ്പുനീര്. അപ്പം ആണെങ്കിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ വീഡിയോ കാണാൻ നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അർപ്പിക്കുന്നു ഗൈസ്. ഇതേ ഗൈസ് നമ്മൾ ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സംതിങ് ചെയ്യുവാണ് ഗൈസ്. ഞാൻ ഗൈസ് ഫുൾ നമ്മൾ സെറ്റാക്കുവാണ്. അമ്മ രാവിലെ തൊട്ട് പിന്നെ ഗൈസ് ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള പാവയ്ക്കയാണ് ഗൈസ്. നല്ല സൂപ്പർ പാവയ്ക്കയും മോളിട്ടൊരു പിടിയുണ്ട് ഗൈസ്, അന്നേരം പൊളിയാണ്. അപ്പം ഗൈസ് നമ്മുടെ ഇഞ്ചി നമ്മുടെ ഇവിടുന്ന് തന്നെ എടുത്ത ഓർഗാനിക് ഇഞ്ചിയാണ് ഗൈസ്. എല്ലാം നമ്മുടെ പച്ചക്കറികൾ നമ്മുടെ ഫുൾ ഓർഗാനിക്കാണ്. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നത് അധികം കുറവാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്കിനി വെളിയിലോട്ട് ഇച്ചിരി ഇറങ്ങാം. മഴയൊക്കെയാണ് ഗൈസ്, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. നിൽക്കുമ്പോൾ മഴയാണ് ഗൈസ്. കണ്ടോ, തറയൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും ഭയങ്കര മഴയുടെ കോളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഗൈസ് നമ്മൾ വിറകുടക്കം ഇട്ട് മഴയായതുകൊണ്ട് നമ്മളിപ്പോൾ മൂടി ഇട്ടേക്കുവാണ്. ഗൈസ് ഇവിടെയും വിറകുടക്കം ഇട്ടേക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കോഴിക്കുട്ടന്മാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. മച്ചൂസ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. മച്ചൂസ് ഹായ് ഒക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹായ് ഒക്കെ തരുന്നുണ്ട്. മച്ചന്മാർക്കെല്ലാം ഹായ് കൊടുത്ത എല്ലാവരും. മച്ചന്മാരെ എല്ലാവർക്കും ഹായ്. നെരിയാപുരം കുട്ടി വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയും, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ കൃഷിത്തോട്ടം എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് തോന്നി. ഇന്നലത്തെ ഡെയിലി വ്ളോഗ് ഫസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാവാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ അപ്പുറത്തെ കണ്ടം പിന്നെ തെങ്ങ് അതൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ പഴയ വീട് ഓർമ്മ ഉണ്ടോ ഗൈസ്? അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാം പോയി കഴിഞ്ഞ വീഡിയോ കാണണം ഗൈസ്. അപ്പം നമ്മുടെ മുളകൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, ജാതി, നമ്മുടെ എല്ലാ സെറ്റപ്പാണ് ഗൈസ് ഇവിടെ. നമ്മൾ കൃഷിത്തോട്ടം കഴിഞ്ഞാൽ അങ്ങുണ്ട്, പക്ഷെ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. അമ്മച്ചി അവിടെ ആണെങ്കിൽ അവിടെ തുണി നനയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വിറകൊക്കെ ഗൈസ് നമ്മൾ വിറകൊക്കെ ഇവിടെ പറക്കിയിട്ടുണ്ട് ഗൈസ്. അവിടെ എല്ലാം വാഷിംഗ് മെഷീൻ അതും ഇതുമൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം സെറ്റാക്കും ഗൈസ്. നമ്മുടെ കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയാണ്, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ ഒരു ഇത്. എന്നേലും ഒരു ദിവസം നമ്മൾ കാണിക്കുന്നതായിരിക്കും. സാങ്കത്തികമായ ഒരു പ്രശ്നങ്ങൾ കൂടെയാണ്, കാരണം ഇപ്പം പരീക്ഷ ആയതുകൊണ്ടാണ് നമ്മളധികം ഇപ്പോൾ ആക്റ്റീവ് ആവാത്തത്. അവധിയൊക്കെ ആകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. നമ്മൾ ഇച്ചിരി കൈയൊന്ന് കഴുകാൻ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കൈയൊന്ന് കഴുകാൻ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എല്ലാവരും ഉച്ചയ്ക്ക് കാണുന്നവരും രാവിലെ കാണുന്നവരും വൈകിട്ട് കാണുന്നവരും എല്ലാം പോയി എല്ലാവരും ആണെങ്കിൽ അവരവരുടെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവർക്കും നല്ലതായ ഒരു കാര്യങ്ങൾ ലഭിക്കുവാനായിട്ട് എല്ലാവരെയും ദൈവതിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഹോപ്പ് യു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത കോപ്രായവുമായിട്ട് അടുത്ത വീഡിയോ ഡെയിലി വ്ളോഗ് 3 കാണാം ഗൈസ്. അപ്പം പ്ലൂക്ക്.